നോമ്പുകാരൻ ഉളു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ അത് ഉളുവിൻ്റെ ഫർളിൽ പെട്ടതാണല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയാൽ തെറ്റുണ്ടോ, അതല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നോമ്പുകാരൻ എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ശ്രോതാവിൻ്റെ സംശയം. വായ കഴുകലും കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും അത് ഉളുവിന്റെ നിർബന്ധ കാര്യത്തിൽ പെട്ടതാണോ സുന്നത്തിൽ പെട്ടതാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുള്ള വിഷയമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലുള്ള പണ്ഡിതന്മാർ വായ കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും നിർബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനവർക്ക് തെളിവ് പറയുന്നത് ഫഗ്സുലു ഉജൂഹക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഉളുവിന്റെ ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുഖം കഴുകുക. അപ്പൊ മുഖം കഴുകാൻ പറയുന്നതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകി കാണിച്ചു തന്നത് അവിടുന്ന് മൂക്കും വായും വൃത്തിയാക്കി കൊണ്ടാണ് അവിടുന്ന് മുഖം കഴുകിയിട്ടുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകിയിട്ടില്ല. മാത്രമല്ല അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യണം എന്ന്. ഇല്ല അന്തക്കുന സായിമൻ, നോമ്പുകാരനായാൽ ഒഴികെ. അപ്പൊ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവര് മൂക്കിൽ വെള്ളം കയറ്റല് വേണം എന്നുള്ളത് തന്നെയാണ്, മൂക്ക് വൃത്തിയാക്കണം. പക്ഷെ കൂടുതൽ വായിലേക്ക് എത്തുന്ന രീതിയിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, വെള്ളം മൂക്കിലേക്ക് കയറ്റരുത് എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റ് മദ്ഹബുകളിലൊക്കെ മൂക്കിൽ വെള്ളം കയറ്റലും അതുപോലെ വായ കൊപ്പിളിക്കലും സുന്നത്തായ മോക്കതായ പ്രധാനപ്പെട്ട സുന്നത്തായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഹദീസിന്റെയും വിശുദ്ധ ഖുർആന്റെയും വെളിച്ചത്തിൽ മുഖം കഴുകുമ്പോൾ ആ മുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് വായും മൂക്കും കഴുകുക എന്നുള്ളത്. അതിലാണ് ഏറ്റവും ദുർഗന്ധങ്ങൾ വരുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ച ആ രീതിയിൽ വായും കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം. നോമ്പുകാരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വായിലേക്ക് വെള്ളം എത്താത്ത രീതിയിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയാണ് വേണ്ടത് എന്നാണ് നമുക്കതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല